ഹായ് ഹലോ വെൽക്കം ടു വൺസ്. സോ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് KTU 2024 സ്കീമിന്റെ ട്രിപ്പിൾ ബ്രാഞ്ചിന്റെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് S4ന്റെ ഒരു മെയിൻ സബ്ജക്റ്റ് ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് S4 ട്രിപ്പിളിയുടെ. സോ അതില് സ്ഥിരമായിട്ട് നമ്മൾ എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കൺസെപ്റ്റുമായിട്ടാണ്. ദാറ്റ് ഈസ് റെപ്രസെന്റേഷൻ ഓഫ് സൈൻഡ് നമ്പേഴ്സ് ഇൻ ഡിഫറെന്റ് ഫോംസ്. സൈൻഡ് നമ്പേഴ്സിന് നമ്മൾ എങ്ങനെയാണ് ഡിഫറെന്റ് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുക, അതാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഡിഫറെന്റ് ഫോംസ് പറയുന്നതിന് മുമ്പായിട്ട് വി ഹാവ് ടു ഐഡന്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈൻഡ് ആൻഡ് അൺസൈൻഡ് നമ്പേഴ്സ്. ഓക്കെ, സൈൻഡ് നമ്പേഴ്സ് എന്താണ്, അൺസൈൻഡ് നമ്പേഴ്സ് എന്താണ് എന്നുള്ള ഡിഫറൻസ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. സോ അൺസൈൻഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് ഓൺലി പോസിറ്റീവ് വാല്യൂസ്. പോസിറ്റീവ് വാല്യൂസ് മാത്രം തരാൻ സാധ്യതയുള്ള ആൾക്കാരെയാണ് നമ്മൾ അൺസൈൻഡ് നമ്പർ ആയിട്ട് പറയുന്നത്. കാരണം അവർക്ക് നമ്മളൊരു സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് വി ആർ മെഷറിംഗ് ദ വെയിറ്റ് ഓഫ് സം ചിൽഡ്രൻസ് ഇൻ ദ ക്ലാസ്. സോ അവിടെ ആ ക്ലാസ്സിൽ കുട്ടികളുടെ വെയിറ്റ് എടുക്കുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ഓൺലി ബി പോസിറ്റീവ് അല്ലെ. അതേപോലെ തന്നെ ആ ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആവാനേ തരുള്ളൂ. സോ അങ്ങനെയുള്ള നമ്പറിനെ വെയിറ്റ് പറയുന്ന സമയത്ത് പോസിറ്റീവ് 25 kg, പോസിറ്റീവ് 30 kg എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡാറ്റാസിന് നമ്മൾ അൺസൈൻഡ് റെപ്രസെന്റേഷൻ കൊടുത്താൽ മതിയാവും. ബട്ട് ദ സൈൻഡ് നമ്പേഴ്സ് റെപ്രസെന്റ്സ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്. അതായത് എക്സാമ്പിൾ ആയിട്ട് ടെമ്പറേച്ചർ, നമ്മൾ ഒരു സ്ഥലത്തുള്ള ടെമ്പറേച്ചർ പറയുന്ന സമയത്ത് ആ ടെമ്പറേച്ചർ പോസിറ്റീവ് ടെമ്പറേച്ചർ ആണോ നെഗറ്റീവ് ടെമ്പറേച്ചർ ആണോ എന്ന് മെൻഷൻ ചെയ്യണം. സോ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ സൈൻഡ് റെപ്രസെന്റേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ സൈൻഡ് നമ്പേഴ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. സോ അൺസൈൻഡ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പ്രത്യേകിച്ച് നമുക്ക് റിസ്ക് ഒന്നുമില്ല. കാരണം അവർ ഡീഫോൾട്ട് ആയിട്ട് പോസിറ്റീവ് ആണ്. അവരെ നമ്മൾ ജസ്റ്റ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം റെപ്രസെന്റ് ചെയ്താൽ മതി. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മെൻഷൻ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. So for representing unsigned numbers only magnitude bits are required അല്ലെ. എത്രയാണോ ആ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് വെച്ചാൽ മാത്രം മതിയാവും. അത് നമുക്കറിയാം ഡെസിമലിനെ എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരു ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ബൈനറി എഴുതി വെച്ച് കഴിഞ്ഞാൽ അൺസൈൻഡ് നമ്പേഴ്സിന്റെ പാർട്ട് അവിടെ കഴിഞ്ഞു. ബട്ട് ഫോർ സൈൻഡ് നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു റെപ്രസെന്റ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ബിറ്റ്സ് ആൻഡ് സൈൻ ബിറ്റ്സ് അല്ലെ. ഇപ്പൊ ഒരു +5 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യാനും നമുക്ക് ബിറ്റ് വേണം, 5 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യാനും നമുക്ക് ബിറ്റ് വേണം. 5 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ബിറ്റ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് ഈ പോസിറ്റീവ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ അഡീഷണൽ ബിറ്റ്സിന്റെ ആവശ്യം അവിടെയുണ്ട്. സോ ഇവിടെയാണ് സൈൻഡ് നമ്പേഴ്സിന്റെ ആ റെപ്രസെന്റേഷൻ ഡിഫറൻസ് വരുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. So the signed numbers, every signed numbers are represented in 3 forms. Okay, signed numbers നമുക്ക് 3 ഫോംസിലാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. One is sign magnitude representation, then ones complement representation, then two's complement representation. അപ്പൊ എല്ലാ signed നമ്പേഴ്സിനും ഈ 3 റെപ്രസെന്റേഷനും നമുക്ക് 3 ഫോമാറ്റിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സാധാരണ എക്സാംസിനൊക്കെ ഒരു നമ്പർ തന്നിട്ട് റെപ്രസെന്റ് ദീസ് നമ്പേഴ്സ് ഇൻ 3 ഡിഫറെന്റ് ഫോംസ്, അല്ലെങ്കിൽ ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം, ഇൻ വൺസ് കോംപ്ലിമെന്റ് ഫോം, ഇൻ ടൂസ് കോംപ്ലിമെന്റ് ഫോം, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. സോ എന്താണ് ഈ ഡിഫറെന്റ് ഫോമാറ്റ്സ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിറ്റിനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, അതായത് ഒരു പർട്ടിക്കുലർ ബിറ്റ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ബൈനറിയിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദ MSB represents the sign. ആ ബിറ്റിന്റെ MSB അല്ലെങ്കിൽ ആ ഒരു നമ്പറിന്റെ MSB റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനാണ്? സൈനിനെയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. റിമൈനിങ് ബിറ്റ്സ് റെപ്രസെന്റ്സ് ദ മാഗ്നിറ്റ്യൂഡ്. റിമൈനിങ് ബിറ്റ്സ് റെപ്രസെന്റ്സ് ദ മാഗ്നിറ്റ്യൂഡ്. എക്സാമ്പിൾ ആയിട്ട് സപ്പോസ് വി ആർ ഹാവിംഗ് എൻ +5 ആൻഡ് -5, -5. +5നും -5നും എങ്ങനെയാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ഈ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ നമുക്ക് 8 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, 16 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, 4 ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തരും. റെപ്രസെന്റ് ദീസ് ഡിജിറ്റ് ഇൻ എ 8 ഡിജിറ്റ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം, അല്ലെങ്കിൽ 8 ബിറ്റ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം, അല്ലെങ്കിൽ 16 ബിറ്റ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് തരും. സോ ഇവിടെ നമ്മൾ 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് +5 ആണ്. സോ ഇനീഷ്യലി 5 എന്ന് പറയുന്ന നമ്പർ, ഓക്കെ, ഈ 5 എന്ന് പറയുന്ന നമ്പറിന്റെ ബൈനറി റെപ്രസെന്റേഷൻ 101 ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനെ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഇതൊരു സൈൻഡ് നമ്പർ ആയിരിക്കണം അല്ലെ. സോ വി ആർ ഫസ്റ്റ് റെപ്രസെന്റിങ് +5. അപ്പോ
+5 നമ്മൾ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. അതുകൂടാതെ അത് 8 ബിറ്റ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്താണ്? ദ MSB റെപ്രസെന്റ്സ് എ സൈൻ. അപ്പൊ ഇതിന് നമ്മൾ 8 ബിറ്റ് ആക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? അഡീഷണൽ ആയിട്ട് 0 ഇട്ട് കൊടുക്കുക. എത്ര 0 ഇട്ട് കൊടുക്കണം? ഇത് 3 എണ്ണേ ഉള്ളൂ. സോ നമ്മൾ അഡീഷണൽ ആയിട്ട് ബാക്കി 5 സീറോസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 5 സീറോസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, MSB ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്ന ബിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സൈൻ ബിറ്റ് ആയിരിക്കണം. സോ വി വിൽ പുട്ട് എ 0 ബിക്കോസ് ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം 0 റെപ്രസെന്റ്സ് പോസിറ്റീവ് നമ്പർ ആൻഡ് 1 റെപ്രസെന്റ്സ് നെഗറ്റീവ് നമ്പർ. ഓക്കെ, അപ്പോൾ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്? MSB റെപ്രസെന്റ്സ് ദ സൈൻ ബിറ്റ്, ദ റെസ്റ്റ് ബിറ്റ് റെപ്രസെന്റ്സ് ദ മാഗ്നിറ്റ്യൂഡ്. അത് 8 ബിറ്റിലാണെങ്കിൽ നമ്മൾ ആദ്യം 5ന്റെ സാധാരണ ബൈനറി റെപ്രസെന്റേഷൻ അതും അതിന് 8 ബിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് 0 ഇട്ട് കൊടുക്കും. പോസിറ്റീവ് 5 ആണോ? സോ MSB 0 ആയിട്ട് കീപ്പ് ചെയ്യണം. നെഗറ്റീവ് 5 ആണോ? MSB 1 ആയിട്ട് കീപ്പ് ചെയ്യണം. സോ നമുക്ക് നെഗറ്റീവ് 5 ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കി. നെഗറ്റീവ് 5 വീണ്ടും എന്ത് എഴുതാം? 1 0 1. അതിന് 8 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു പുട്ട് 5 zeros, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ദ MSB റെപ്രസെന്റ്സ് ദ സൈൻ. അപ്പൊ ഇവിടെ -5 അല്ലേ? സോ -5 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ ആണ്. സോ MSB എന്തിനെ റെപ്രസെന്റ് ചെയ്യണം? നെഗറ്റീവിനെ റെപ്രസെന്റ് ചെയ്യണം. MSB നെഗറ്റീവിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ദ MSB ഷുഡ് ബി made as 1. So this is the representation of -5. Okay, so +5 and -5. ഇതാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണല്ലോ. ബിറ്റിന്റെ മാഗ്നിറ്റ്യൂഡ് MSB സൈൻ ബിറ്റ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ബാക്കി എല്ലാ ബിറ്റ്സും MSB ആയിട്ട് MSB എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? സൈൻ ബിറ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു നമ്പർ തന്നിട്ട് ദാറ്റ് ഈസ് ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം, അതായത് ഇപ്പൊ സപ്പോസ് യു ഹാവ് ഗിവൺ എ നമ്പർ. ഓക്കെ, ദിസ് നമ്പർ ഈസ് റെപ്രസെന്റഡ് ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? MSB നോക്കണം. MSB 1 ആണ്. സോ ദാറ്റ് മീൻസ് ദ നമ്പർ ഈസ് നെഗറ്റീവ്. ബാക്കിയുള്ള ബിറ്റ്സ് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇത് ഏതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്? 5ന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ -5. ഇങ്ങനെയാണ് നമ്പറിനെ ഐഡന്റിഫൈ ചെയ്യുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് റെപ്രസെന്റേഷൻ ഈസ് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. സോ പോസിറ്റീവ് നമ്പേഴ്സ് ആർ റെപ്രസെന്റഡ് ആസ് സെയിം ആസ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം. അതായത് സൈൻഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് നമ്പറും ഉണ്ടാവാം, നെഗറ്റീവ് നമ്പറും ഉണ്ടാവും. പോസിറ്റീവ് നമ്പറിന് ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? പോസിറ്റീവ് നമ്പർ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലും വൺസ് കോംപ്ലിമെന്റ് ഫോമിലും ടൂസ് കോംപ്ലിമെന്റ് ഫോമിലെല്ലാം അതിന് സെയിം റെപ്രസെന്റേഷൻ ആണ്. നെഗറ്റീവ് നമ്പറിന് അങ്ങനെയല്ല. നെഗറ്റീവ് നമ്പറിനാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ ഒരു റെപ്രസെന്റേഷൻ, വൺസ് കോംപ്ലിമെന്റ് ഫോമിൽ വേറെ റെപ്രസെന്റേഷൻ, ടൂസ് കോംപ്ലിമെന്റ് ഫോമിൽ വേറെ റെപ്രസെന്റേഷൻ. അപ്പോ നമ്മളിവിടെ വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണ് നോക്കാൻ പോകുന്നത്. സോ പോസിറ്റീവ് നമ്പേഴ്സ് ആർ റെപ്രസെന്റഡ് ആസ് സെയിം ആസ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം. ഫോർ നെഗറ്റീവ് നമ്പേഴ്സ് ടേക്ക് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് ദ പോസിറ്റീവ് നമ്പർ. അതായത് നമ്മൾക്കിപ്പോ +5ന്റെ വൺസ് കോംപ്ലിമെന്റ് ഫോം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് എഴുതും? +5 എന്ന് എഴുതും. നമുക്കറിയാം പോസിറ്റീവ് നമ്പർ ആണ്. സൈൻ മാഗ്നിറ്റ്യൂഡ് ആയാലും വൺസ് കോംപ്ലിമെന്റ് ആയാലും ടൂസ് കോംപ്ലിമെന്റ് ആയാലും ഇതിനെ ഒരുപോലെയാണ് റെപ്രസെന്റ് ചെയ്യുക. സൈൻ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എഴുതുന്നത് നമ്മളിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താ എഴുതണ്ടേ? ആദ്യം 5ന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാം. 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് വി ഹാവ് ടു പുട്ട് അഡീഷണൽ സീറോസ്. മേക്ക് ഷുവർ ദാറ്റ് ദ MSB 0 ബിക്കോസ് ദ നമ്പർ ഈസ് പോസിറ്റീവ്. അല്ലെ? സോ ഇതാണ് എന്ത്? +5 എന്ന് പറയുന്നതിന്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. ഇത് തന്നെയാണ് +5ന്റെ വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. അപ്പൊ +5 കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ റെപ്രസെന്റേഷൻ ഓഫ് -5. -5 കാണാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ +5ന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. ഈസി. സോ +5ന്റെ വൺസ് കോംപ്ലിമെന്റ് എങ്ങനെ എടുക്കും? എല്ലാ വൺസിനെ 0 ആക്കുക, എല്ലാ സീറോസിനെ 1 ആക്കുക. സോ 0 1 0 1 1 1 1 1. സോ ദിസ് ഈസ് ദ വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ഓഫ് -5. ക്ലിയർ ആണല്ലോ? അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? എളുപ്പ വഴിയിലാണ് ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ ഏത് -5നെയാണ് കാണാൻ ചോദിച്ചതെന്ന് വിചാരിക്കുക. സോ -5നെയാണ് കാണാൻ ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് എഴുതാം? +5 ആദ്യം എഴുതാം. +5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റ് ആണെങ്കിൽ 7 ബിറ്റ് മാഗ്നിറ്റ്യൂഡും 1 ബിറ്റ് സൈൻ ബിറ്റും. +5 ആകുമ്പോൾ സൈൻ ബിറ്റ് എന്ത് ഇടണം? 0 ഇടണം. സോ അതാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം, വൺസ് കോംപ്ലിമെന്റ് ഫോം, ടൂസ് കോംപ്ലിമെന്റ് ഫോം എല്ലാം +5ന്റെ. സോ അതിന്റെ നേരെ വൺസ് കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ -5ന്റെ വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആയി. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നമ്പർ തന്നു. ഓക്കെ, ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ട് നിങ്ങളോട് പറയാണ് ദിസ് നമ്പർ ഈസ് ഇൻ വൺസ് കോംപ്ലിമെന്റ് ഫോം. ഫൈൻഡ് ദ നമ്പർ. സോ എന്ത് ചെയ്യണം? ഇതൊരു കോംപ്ലിമെന്റ് ഫോമിലാണ്. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് എ സൈൻഡ് നമ്പർ. സൈൻഡ് നമ്പർ ആവുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് നോക്കണം? സൈൻ ബിറ്റ് നോക്കാം. സൈൻ ബിറ്റ് ഏതാണ്? MSB. അപ്പൊ MSB നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദ നമ്പർ ഈസ് നെഗറ്റീവ്. കാരണം 1 ആണല്ലോ. സോ ദ നമ്പർ ഈസ് നെഗറ്റീവ്. ഓക്കെ, ദെൻ ദിസ് നമ്പർ ഈസ് റെപ്രസെന്റഡ് ഇൻ വൺസ് കോംപ്ലിമെന്റ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒറിജിനൽ നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കണം. വൺസ് കോംപ്ലിമെന്റ് ഓഫ് വൺസ് കോംപ്ലിമെന്റ് എന്ത് കിട്ടും? ഒറിജിനൽ നമ്പർ കിട്ടും. സോ ടേക്ക് ദ വൺസ് കോംപ്ലിമെന്റ് ഓഫ് ദിസ് നമ്പർ. എത്രയാ? 0 1
1 0 0 1 ബാക്കി എല്ലാം 0. ഇത് എത്രയാ? 5. ഓൾറെഡി നെഗറ്റീവ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ദ നമ്പർ ഈസ് -5. ക്ലിയർ? Then we are going to discuss the 2's complement representation. Okay, ഇതുവരെ ഓക്കെ ആണല്ലോ. 2's complementum ഇതുപോലെ തന്നെ 1's complement എങ്ങനെ കണ്ടുപിടിച്ചോ സെയിം അപ്രോച്ച് ആണ് നമ്മൾ 2's complementum ചെയ്യാൻ പോകുന്നത്. അതായത് പോസിറ്റീവ് നമ്പേഴ്സ് ആർ റെപ്രസെന്റഡ് ആസ് സെയിം ആസ് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോസിറ്റീവ് നമ്പർ 1's complement ഫോമിലാണെങ്കിലും 2's complement ഫോമിലാണെങ്കിലും സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലാണെങ്കിലും ദേ ആർ റെപ്രസെന്റഡ് ആസ് സെയിം. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സോ 2's complement നെഗറ്റീവ് നമ്പറിന്റെ 2's complement റെപ്രസെന്റേഷൻ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം പോസിറ്റീവ് നമ്പറിന്റെ 2's complement എടുക്കുക. പോസിറ്റീവ് നമ്പറിന്റെ റെപ്രസെന്റേഷൻ എടുക്കുക, അതിന്റെ 2's complement എടുക്കുക. എക്സാമ്പിൾ, സപ്പോസ് വി നീഡ് ടു ഫൈൻഡ് +5 എന്ന് പറയുന്നതിന്റെ 2's complement ഫോം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. എന്താ ചെയ്യുക? പോസിറ്റീവ് നമ്പർ ആണ്, പോസിറ്റീവ് നമ്പറിന്റെ 1's complement 2's complement സൈൻ മാഗ്നിറ്റ്യൂഡ് ഒക്കെ സെയിം ആണ്. സോ എന്ത് ചെയ്യുക? മാഗ്നിറ്റ്യൂഡ് എഴുതി അഡീഷണൽ ആയിട്ട് 5 zeros ഇട്ട് കൊടുത്തു. MSB എന്താണ്? MSB 0 ആണെന്ന് അഷ്യൂർ ചെയ്തു, കാരണം എന്താ? പോസിറ്റീവ് നമ്പർ ആണ്. സോ ദിസ് ഈസ് ദ 2's complement ഫോം ഓഫ് +5 അല്ലെ? 1's complement 2's complement സൈൻ മാഗ്നിറ്റ്യൂഡ് ഒക്കെ സെയിം തന്നെ. സോ ഇനി നമ്മൾ -5 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. സോ എന്ത് ചെയ്യുക? -5 കണ്ടുപിടിക്കണമെങ്കിൽ പോസിറ്റീവ് 5ന്റെ 2's complement ഫോം ഇവിടെ ഉണ്ട്, അതിന്റെ 2's complement എടുക്കുക. സോ 2's complement എങ്ങനെ എടുക്കും? 2's complement എങ്ങനെ എടുക്കും? ഒന്നുകിൽ 1's complement എടുക്കുക, അതിന്റെ കൂടെ പ്ലസ് ആഡ് ചെയ്യുക, +1 ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രിക്ക് ഉണ്ട്. എന്താണ്? തന്നിരിക്കുന്ന നമ്പറിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് വരാം. ഓക്കെ, റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് ഫസ്റ്റ് 1 വരുന്നത് വരെ അതേപടി എഴുതുക, പിന്നെ എല്ലാത്തിന്റെയും കോംപ്ലിമെന്റ് എടുക്കുക. ഓക്കെ, സോ റൈറ്റ് സൈഡിൽ നിന്ന് വരിക. റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് ഫസ്റ്റ് 1 അത് കിട്ടി, ഉടനെ തന്നെ കിട്ടി. സോ അതിനെ അങ്ങനെ തന്നെ എഴുതുക, ബാക്കി എല്ലാത്തിനും തിരിച്ചെഴുതുക. സോ നെക്സ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് 1 കിട്ടി, നെക്സ്റ്റ് ബിറ്റ് 0 അതിനെ 1 ആക്കുക, നെക്സ്റ്റ് ബിറ്റ് 1 അതിനെ 0 ആക്കുക, നെക്സ്റ്റ് ബിറ്റ് 0 അതിനെ 1 ആക്കുക, അടുത്തത് 1 അടുത്തത് 1 അടുത്തത് 1. സോ ദിസ് ഈസ് ദ 1 2 3 4 5 6 7 8. യെസ്, ദിസ് ഈസ് ദ 2's complement representation of -5. എന്താ നമ്മൾ ചെയ്തത്? ആദ്യം +5ന്റെ 2's complement ഫോം കണ്ടുപിടിച്ചു, +5ന്റെ 2's complement കണ്ടുപിടിച്ചു, അതിന്റെ 2's complement എടുത്തു. +5ന്റെ 2's complement കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെ? എങ്ങനെയാ? +5ന്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം എഴുതിയാൽ മതി. അത് തന്നെയാണ് 1's complement ഫോം, അത് തന്നെയാണ് 2's complement ഫോം. സോ +5നെ നമുക്ക് അറിയാവുന്ന ഒരു റെപ്രസെന്റേഷനിൽ എഴുതുക, അതിന്റെ 2's complement എടുക്കുക. ദാറ്റ് വിൽ ഗിവ് യു ദ 2's complement ഫോം ഓഫ് -5. ഇനി സപ്പോസ് ദിസ് ഈസ് ഗിവൺ ആൻഡ് ഇത് 2's complement ഫോമിൽ ഒരു നമ്പറിന്റെ റെപ്രസെന്റേഷൻ ആണെന്ന് നിങ്ങളോട് പറയാണ്. ഓക്കെ, ഒരു നമ്പറിന്റെ 2's complement റെപ്രസെന്റേഷൻ ആണ് ഇത് നിങ്ങളോട് പറയാണ്. സോ ഹൗ വിൽ യു ഐഡന്റിഫൈ ദ നമ്പർ? എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ ഇതൊരു 2's complement റെപ്രസെന്റേഷൻ ആണ്. സോ ദ നമ്പർ ഈസ് എ സൈൻഡ് നമ്പർ, അത് നമുക്ക് ഉറപ്പിക്കാം. സൈൻഡ് നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് ചെക്ക് ദ MSB. MSB എത്രയാണ്? MSB 1 ആണ്. സോ ദ ഗിവൺ നമ്പർ ഈസ് എ നെഗറ്റീവ് നമ്പർ, ആ കാര്യം ഉറപ്പാണ്. സോ ഇതൊരു നെഗറ്റീവ് നമ്പർ ആണ്. ദ ഗിവൺ റെപ്രസെന്റേഷൻ ഈസ് 2's complement ഫോം. ഇതിന്റെ അകത്ത് ഒറിജിനൽ നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ നമ്പറിന്റെ 2's complement എടുക്കുക. ഓക്കെ, 2's complementന്റെ 2's complement എടുത്താൽ യു വിൽ ഗെറ്റ് ദ ഒറിജിനൽ നമ്പർ. ഇതിന്റെ 2's complement എങ്ങനെ എടുക്കുക? റൈറ്റ് വരാ, ഫസ്റ്റ് 1 കിട്ടുന്നവരെ കണ്ടിന്യൂ ചെയ്യുക. ഫസ്റ്റ് 1 കിട്ടി, ബാക്കി എല്ലാത്തിനെയും തിരിച്ചെഴുതാം. 0 1 0 0 0 0 0. ഇതെത്രയാ? ദിസ് ഈസ് 5. ഓൾറെഡി നെഗറ്റീവ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് -5. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു നമ്പറിനെ, ഒരു സൈൻഡ് നമ്പറിനെ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലും 1's complement ഫോമിലും 2's complement ഫോമിലും റെപ്രസെന്റ് ചെയ്യുക. പോസിറ്റീവ് അൺസൈൻഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഈ റെപ്രസെന്റേഷൻസ് ഒന്നുമില്ല, കാരണം അത് എപ്പോഴും പോസിറ്റീവ് ആണ്, അതിന് സൈൻ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇനി സൈൻഡ് നമ്പേഴ്സ് ആണെങ്കിൽ സൈൻ നമ്പേഴ്സ് ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഈ 3 ഫോമിലും, സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലും 1's complement ഫോമിലും 2's complement ഫോമിലും ഒരേ റെപ്രസെന്റേഷൻ ആണുള്ളത്. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ എല്ലാത്തിനും വ്യത്യസ്ത റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? പോസിറ്റീവ് നമ്പർ എടുക്കുക, അതിന്റെ ഫോം എഴുതുക, അതിന്റെ 1's complement എടുത്താൽ 1's complement ഫോമായി, അതിന്റെ 2's complement എടുത്താൽ 2's complement ഫോമായി. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് റെപ്രസെന്റേഷൻ ഓഫ് സൈൻഡ് നമ്പേഴ്സ് ഇൻ ഡിഫറെന്റ് ഫോമാറ്റ്സ്. ഇതിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒരു നമ്പർ തന്നിട്ട് അതിനെ ഡിഫറെന്റ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. സോ ഇതുപോലെ ഈ മൊഡ്യൂളും 4 മൊഡ്യൂളിനെയും ബേസ് ചെയ്തിട്ടുള്ള ഫുൾ ക്ലാസ്സുകൾ വൺസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു.